യു എസിനെ സംബന്ധിച്ചോളം ഞങ്ങളാണ് രാജാവ്. പഴയ കോൾഡ് വാറിൻ്റെ 2 ഗ്രൂപ്പ് പോയി, ഒരു 2 ചേരി, ആ ലോകക്രമം മാറി. ഇനിയിപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഏകഛത്രാധിപതിയായിട്ട് ഈ ലോകത്ത്. അപ്പോൾ അവിടെ ഒരു ഇറാൻ വന്നിട്ട് നാളെ വേറൊരു ശക്തി ഉണ്ടാവരുത്, അല്ലെങ്കിൽ പാകിസ്ഥാനും ചൈനയും ഒക്കെ ചേർന്നുകൊണ്ട് റഷ്യയൊക്കെ ചേർന്നുകൊണ്ട് വേറൊരു ശക്തി ഉയർന്നു വരരുത്. ഇതെല്ലാം തകർക്കുക എന്നുള്ളത് തന്നെയാണ് ഈ യുദ്ധങ്ങളുടെയൊക്കെ പിന്നിലുള്ള കണക്കുകൂട്ടൽ. തീർച്ചയായിട്ടും ഈ നീക്കത്തിന് ഇസ്രായേലിനൊപ്പം നിന്നുകൊണ്ട് ഇറാനെതിരെ പോരാടുന്നത് അതിനുള്ള മൗനസമ്മതം നൽകിക്കൊണ്ട് മറ്റു രാജ്യങ്ങളുമുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് അമേരിക്കയ്ക്കൊപ്പം ഇസ്രായേലിന് കൂട്ടായി. അപ്പോൾ ഇവരുടെയൊക്കെ തന്നെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉണ്ട്. ഇനിയിപ്പോൾ പ്രത്യക്ഷത്തിൽ അവർ വന്നില്ലെങ്കിൽ പോലും അവരുടെയൊക്കെ തന്നെ സന്നാഹങ്ങൾ ഈ മേഖലയിലേക്ക് വന്നേക്കും. ഈ മേഖല കുറച്ച് ദിവസമെങ്കിലത്തേക്കെങ്കിലും വളരെ ശക്തമായ ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ അത് തെറ്റാകുമോ? യുദ്ധ സാഹചര്യത്തിലേക്ക് പോകുന്നത് മാത്രമല്ല, ശക്തമായ യുദ്ധ സാഹചര്യം, ഇപ്പോൾ യുദ്ധമുണ്ട്. അതെ, ശക്തമായ യുദ്ധ സാഹചര്യത്തിലേക്ക് പോകുന്നത് മാത്രമല്ല, ഇനി വരും കാലങ്ങളിലെല്ലാം പശ്ചിമേഷ്യയിലും ദക്ഷിണേഷ്യയിലും USA ഒരു കണ്ണ് എപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ് ഈ പാകിസ്ഥാനിലൊരു ബേസിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഇറാനെ ഇന്ന് അടിക്കണമെങ്കിൽ ഒരു ബേസ് അതിന് സമീപത്ത് വേണമെങ്കിൽ അതിന് ഏറ്റവും പറ്റിയത് പാകിസ്ഥാനാണ്. ചിലപ്പോൾ സൗദിക്കൊന്നും അത്രയും ഒരു സപ്പോർട്ട് കൊടുക്കാൻ കഴിഞ്ഞെന്നിരിക്കില്ല. പക്ഷേ പാകിസ്ഥാനിൽ നാഥനില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഈ അസീം മുനീറിനെ അങ്ങ് പൊക്കി വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇതിൽ വീണുകൊള്ളുകയും അവിടെ പാകിസ്ഥാനിലൊരു ബേസ് കിട്ടും എന്ന് മാത്രമല്ല, റോഡ് മാർഗം പോലും ഇറാനെ ഭയങ്കരമായിട്ട് ആക്രമിക്കാനായിട്ടുള്ള ഒരു സന്നാഹം ഇവിടുന്ന് കിട്ടുകയും ചെയ്യും.